എടാ ദിസ് ഈസ് സിദ്ദിൻ. എടാ ഞാൻ 2 ദിവസം മുന്നേ ഷീപ്പ് ഡിറ്റക്റ്റീവ്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇംഗ്ലീഷ് പടം കണ്ടു. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ഒക്കെ ചെയ്തതാണ്. അങ്ങനെ ഇരിക്കുക ഇപ്പം ഇൻസ്റ്റയിൽ ഇതിൻ്റെ ഒരു എഡിറ്റഡ് വീഡിയോസ് ആവട്ടെ, അല്ലെങ്കിൽ ഇതിൻ്റെ ട്രോൾസ് ആവട്ടെ, അല്ലെങ്കിൽ ഇത് മൂവി സജഷൻ ചെയ്തുകൊണ്ടുള്ള പോസ്റ്റുകളാവട്ടെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ അണ്ടറിൽ മലയാളം വെർഷൻ കൊള്ളാം, അല്ലെങ്കിൽ മലയാളം വെർഷൻ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറേ കമൻറ്റുകളൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ശരി, എന്നാൽ മലയാളം വെർഷൻ ഒന്ന് കണ്ടു നോക്കാം. കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഓഫ് കോഴ്സ് ഒറിജിനൽ ലാംഗ്വേജിൻ്റെ തട്ട് താണു തന്നെ ആയിരിക്കും. പക്ഷേ എന്നിരുന്നാലും മലയാളം വെർഷൻ കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. പണ്ട് അപ്പം ഞാൻ ആ ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു കാർട്ടൂൺ നെറ്റ്വർക്കിൽ പോക്കോയിലൊക്കെ മറ്റേ കൊച്ചു പിള്ളേർക്ക് ഇടാൻ പറ്റുന്ന കൈൻഡ് ഓഫ് പടമാണ്, അല്ലെങ്കിൽ ആ ഒരു കാർട്ടൂൺസ് അല്ലാതെ തന്നെ സിനിമകളൊക്കെ ഇടൂലെ, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് പരിപാടിയാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പണ്ട് സൂര്യ ടി വിയിൽ സ്പൈഡർമാൻ ആവട്ടെ, ജുമാജി ആവട്ടെ, അനാക്കോണ്ട ആവട്ടെ, ഇതൊക്കെ മലയാളം ഡബിൽ അങ്ങ് ഇടുമല്ലേ. എനിക്ക് ആ ഒരു നൊസ്റ്റുമാണ് എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് അടിച്ചത്. കൊള്ളാം. അതുപോലെ തന്നെ എനിക്കിതിൽ ആ ഒരു മലയാളം വോയിസിൽ പറയാനാണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ എല്ലാവർക്കും കൊടുത്ത വോയിസുകൾ നൈസ് ആയിട്ടുണ്ട്. ഇപ്പം ഹ്യൂ ജാക്മാൻ്റെ ജോർജ് എന്ന് പറഞ്ഞ റോൾ, അല്ലെങ്കിൽ റബേക്ക, അല്ലെങ്കിൽ ലില്ലി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്, അത് ഇല്ലെങ്കിൽ മുട്ടനാട് ജവൻ എന്താ താറാവാണോ എന്ന് പറഞ്ഞ് ചോദിക്കണമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ എന്ന് വെച്ചാൽ ലൈക്ക് എല്ലാവരും കൊള്ളാം. എന്ന് വെച്ചാൽ ഞാൻ മലയാളം വെർഷൻ ഞാൻ അങ്ങനെ കാണുന്ന ഡബ്ബഡ് ഞാൻ അങ്ങനെ കാണൂല, പക്ഷെ ഇത് എന്തായാലും കൊള്ളാം, എനിക്കത് ഇഷ്ടപ്പെട്ടു. സോ കണ്ടപ്പോൾ എനിക്ക് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണം തോന്നി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ദ ഷീപ്പ് ഡിറ്റക്റ്റീവ്സിൻ്റെ മലയാളം വെർഷനെ പറ്റി പറയാൻ. പിന്നെ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ ഇവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ താങ്ക് യു.